അപ്പോൾ നമ്മൾ MSSലത്തെ 4ാമത്തെ മൊഡ്യൂളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ വരുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്: സോഫ്റ്റ്വെയർ പ്രൊജക്ട് മാനേജ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ്, കോൺഫിഗറേഷൻ മാനേജ്മെന്റ്, വേർഷൻ ചേഞ്ച് റിലീസ്, അജൈൽ സോഫ്റ്റ്വെയർ മാനേജ്മെന്റ്, പിന്നെ അതിൽ സ്ക്രം ഫ്രെയിം വർക്ക് വരുന്നുണ്ട്, കാൻബൻ മെത്തഡോളജി വരുന്നുണ്ട്, ലീൻ അപ്രോച്ചസ്, കോക്കോമോ മോഡൽ. ഇതാണ് ടോപ്പിക്സ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് സോഫ്റ്റ്വെയർ പ്രൊജക്ട് മാനേജ്മെന്റ് ആണ്. അപ്പോൾ സോഫ്റ്റ്വെയർ പ്രൊജക്ട് മാനേജ്മെന്റ് എന്താണ്? ഓരോ സോഫ്റ്റ്വെയർ പ്രൊജക്ട്സ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, മോണിറ്റർ ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്, ഇതൊക്കെ നോക്കാനാണ് ഇതിന്റെ പ്രോജക്ട് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ മെയിൻ ആയിട്ട് ഗോൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ടു ഡെലിവർ ദ സോഫ്റ്റ്വെയർ ടു ദ കസ്റ്റമർ അറ്റ് ദ അഗ്രീഡ് ടൈം, അതുപോലെ തന്നെ ടു കീപ് ഓവറോൾ കോസ്റ്റ് വിതിൻ ദ ബഡ്ജറ്റ്, പിന്നെ ടു ഡെലിവർ സോഫ്റ്റ്വെയർ ദാറ്റ് മീറ്റ്സ് ദ കസ്റ്റമേഴ്സ് എക്സ്പെക്ടേഷൻസ്, ടു മെയിൻറ്റെയിൻ എ കൊഹറന്റ് ആൻഡ് വെൽ ഫംഗ്ഷനിങ് ഡെവലപ്മെന്റ് ടീം. എന്താണ് മെയിനായിട്ട് എന്താണ്? കസ്റ്റമർ പറഞ്ഞിരിക്കുന്ന ടൈമിൽ നമ്മൾ എന്ത് കൊടുക്കണം? ആ സോഫ്റ്റ്വെയർ കൊടുക്കണം. അതുപോലെ ബഡ്ജറ്റിലായിരിക്കണം. പിന്നെ കസ്റ്റമറിന്റെ എക്സ്പെക്ടേഷൻസ് എന്തായിരിക്കണം, അവരുടെ റിക്വയർമെന്റ്സ് എന്തായിരിക്കണം, അതൊക്കെ മീറ്റ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ആ സോഫ്റ്റ്വെയർ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് സോഫ്റ്റ്വെയർ പ്രൊജക്ട് മാനേജ്മെന്റിൽ വരുന്നത്. ഇനി ഇതിൽ വരുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? പ്രൊജക്ട് പ്ലാനിങ് ആണ്. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്ലാനിങ് വരുന്നുണ്ട്, എസ്റ്റിമേറ്റിംഗ് വരുന്നുണ്ട്, പ്രൊജക്ടിന്റെ ഷെഡ്യൂളിംഗ് വരുന്നുണ്ട്, പിന്നെ ഓരോ ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടാസ്ക് ഒക്കെ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? പ്രൊജക്ട് മാനേജേഴ്സ് ആണ്. ഈ പ്രൊജക്ട് മാനേജേഴ്സ് ആണ് ഈ പ്രൊജക്ട് പ്ലാനിങ് ഒക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, അവർ ചെയ്യുന്ന വർക്ക്, ആ ടീമിലെ മെമ്പേഴ്സ് ചെയ്യുന്ന വർക്ക് സൂപ്പർവൈസ് ചെയ്യണം. അതുപോലെ തന്നെ അത് നമ്മുടെ അവരുടെ പ്രോഗ്രസ് എന്താണെന്ന് നോക്കണം. അതൊക്കെ ടൈമിലാണോ ബഡ്ജറ്റിലാണോ എന്നൊക്കെ നോക്കണം. അതൊക്കെയാണ് പ്രൊജക്ട് പ്ലാനിങ്ങിൽ വരുന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെന്റ് ആണ്. അതായത് ഇതൊക്കെ ചെയ്യുന്നത് പ്രൊജക്ട് മാനേജർ തന്നെയാണ്. എന്തൊക്കെ റിസ്ക് ആണ് വരാൻ ചാൻസ് ഉള്ളത്, എന്തൊക്കെ റിസ്ക് ആണ് നമ്മുടെ പ്രൊജക്റ്റിനെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത്, അതുപോലെ അതിനെ മോണിറ്റർ ചെയ്യുക, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള നെസസറി ആക്ഷൻസ് എടുക്കുക. ഇതൊക്കെയാണ് റിസ്ക് മാനേജ്മെന്റിൽ വരുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് പീപ്പിൾ മാനേജ്മെന്റ് ആണ്. പീപ്പിൾ മാനേജ്മെന്റ് പറയുന്നത് ഈ പ്രൊജക്ട് മാനേജേഴ്സ് തന്നെ എന്ത് ചെയ്യണം, ഒരു ടീം ഓഫ് പീപ്പിളിനെ മാനേജ് ചെയ്യണം. അവരുടെ വർക്കിംഗ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അത്തരം ഈ പ്രൊജക്റ്റിന് സൂട്ടബിൾ ആയിട്ടുള്ള മെമ്പേഴ്സിനെ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. അതുപോലെ അവരുടെ എഫക്റ്റീവ് ആയിട്ടുള്ള ടീം പെർഫോമൻസ് നോക്കിയിട്ട് അവരെ സെലക്ട് ചെയ്യണം. അതാണ് പീപ്പിൾ മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് ആണ്. റിപ്പോർട്ടിംഗ് ഉദ്ദേശിക്കുന്നത് ഈ നമ്മൾ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രോഗ്രസ് എവിടെ വരെയായി അതൊക്കെ നമ്മൾ കസ്റ്റമേഴ്സിനും റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ കമ്പനിയിലത്തെ മാനേജേഴ്സിനും എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അവരെന്ത് ചെയ്യണം, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട് കൊടുക്കണം. അതിലെ എങ്ങനെയാണ് പ്രോഗ്രസിന്റെ റിവ്യൂസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ എന്തൊക്കെ ക്രിട്ടിക്കൽ ഇൻഫോർമേഷൻസ് ആണ്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യമുള്ളത്, അതുപോലെ തന്നെ അതൊക്കെ ഈ പ്രൊജക്ട് റിപ്പോർട്ട്സിൽ ഉണ്ടായിരിക്കണം. അതാണ് റിപ്പോർട്ടിംഗ് എന്ന പ്രോസസ്സിൽ നടക്കുന്നത്. പിന്നെ നമ്മൾ പറയേണ്ടത് അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊപ്പോസൽ റൈറ്റിംഗ് ആണ്. പ്രൊപ്പോസൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടിയാണ്. അതായത് ആ പ്രൊജക്റ്റിന്റെ മൊത്തത്തിലെ പ്രൊപ്പോസൽ, അതായത് അതിന്റെ എസ്റ്റിമേറ്റ് എത്രയായിരിക്കും, അതുപോലെ തന്നെ എങ്ങനെയാണ് അത് ക്യാരി ഔട്ട് ചെയ്യേണ്ടത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഈ പ്രൊപ്പോസൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ ടാസ്ക് ആണ്. കാരണം വെച്ചാൽ ഒരു കമ്പനിയുടെ സർവൈവല് ഇതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് എത്ര പ്രൊപ്പോസൽസ് അതിനെ അക്സെപ്റ്റ് ചെയ്തു, അതുപോലെ എത്ര കോൺട്രാക്ട് അവാർഡ് ചെയ്തു കമ്പനിക്ക്, അതൊക്കെ നോക്കിയിട്ടായിരിക്കും ഒരു കമ്പനി നമ്മൾ വിലയിരുത്തുന്നത്. അപ്പോൾ ഈ പ്രൊപ്പോസൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അതിൽ നമ്മൾ എന്താണ് എഴുതുന്നത്, ആ ഒബ്ജക്റ്റീവ്സ്, ആ പ്രൊജക്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്, എങ്ങനെയാണ് അത് ക്യാരി ഔട്ട് ചെയ്യേണ്ടതെന്നൊക്കെയാണ് നമ്മൾ പ്രൊപ്പോസലിൽ എഴുതുന്നത്. ഓക്കെ. അടുത്തെന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പ്രൊജക്റ്റ് ഉണ്ടാകുമ്പോൾ അതിന് ഓരോ അഫക്റ്റ് ചെയ്യുന്ന റിസ്കുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസ്ക് ഐഡന്റിഫിക്കേഷൻ ആണ്. ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് പ്രിപ്പറേഷൻ ഓഫ് റിസ്ക് ലിസ്റ്റ്. നമ്മൾ ജസ്റ്റ് എന്തൊക്കെ റിസ്ക് ആണ് വരാൻ പോകുന്നത് അതൊക്കെ ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്ത് വെക്കാം. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് റിസ്ക് ഇൻവോൾവ്സ് ഐഡന്റിഫിക്കേഷൻ ഓഫ് റിസ്ക് ദാറ്റ് ആർ ഒക്കറിംഗ് കണ്ടിന്യൂസ്ലി ഇൻ പ്രീവിയസ് സോഫ്റ്റ്വെയർ പ്രൊജക്ട്സ്. അതായത് മുന്നത്തെ സോഫ്റ്റ്വെയർ പ്രൊജക്ട്സിൽ എന്തൊക്കെ റിസ്ക് ആണ് ഓൾറെഡി ഒക്കർ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ റിസ്ക് ആണ് ഓൾറെഡി വന്നിരിക്കുന്നത് അതിനെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. അതാണ് റിസ്ക് ഐഡന്റിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസ്ക് അനാലിസിസ് ആൻഡ് പ്രയോറിറ്റൈസേഷൻ ആണ്. അതായത് ഈ റിസ്ക് വെച്ചിട്ട് എന്തൊക്കെ പ്രോബ്ലംസ് ആണുള്ളത് അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഈ പ്രോബ്ലത്തിന്റെ
പ്രോബിലിറ്റി ഓഫ് ഒക്കറൻസ് അത് നമ്മൾ നോക്കും. പിന്നെ ആ പ്രോബ്ലം എങ്ങനെയാണ് ആ പ്രൊജക്റ്റിനെ ഇമ്പാക്ട് ചെയ്യുന്നത് അതും കൂടി നമ്മൾ നോക്കും. അതാണ് റിസ്ക് അനാലിസിസ് ആൻഡ് പ്രയോറിറ്റൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ റിസ്ക് എക്സ്പോഷർ ഫാക്ടർ എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. അതായത് ഇത് എത്രത്തോളം സിവിയർ ആണ് ഈ സംഭവം. അതായത് നമ്മൾ 1 to 10 എന്ന് പറഞ്ഞ ഒരു റേഞ്ചിൽ ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ മിനിമൽ ഇമ്പാക്ട് വരുന്ന റിസ്ക് ഉണ്ടായിരിക്കാം, പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, മോഡറേറ്റ് ഇമ്പാക്ട് ഉണ്ടായിരിക്കാം, സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ആയിട്ടുള്ള പ്രോബ്ലംസ് കാണും, അതുപോലെ സിവിയർ ആയിട്ടുള്ള ഇമ്പാക്ട് ഉള്ള പ്രോബ്ലംസ് കാണും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രയോറിറ്റൈസ് ചെയ്യണം. പ്രയോറിറ്റൈസ് മാത്രമല്ല, ഇപ്പോൾ ഈ ടേബിൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രോബ്ലം ഇഷ്യൂ ഓഫ് ഇൻകറക്റ്റ് പാസ്വേഡ്, അപ്പൊ അതിന്റെ പ്രോബിലിറ്റി ഓഫ് ഒക്കറൻസ് എത്രയായിരിക്കും, ഇമ്പാക്ട് എത്രയാണ്, റിസ്ക് എക്സ്പോഷർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ വാല്യൂസ് 1 to 10 എത്രാമത്തെ വാല്യൂ ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ അത് അതിന്റെ പ്രയോറിറ്റി എത്രയാണ്, അതായത് എത്ര പ്രോബ്ലംസ് ഉണ്ട്, അത് ആ പ്രോബ്ലം എത്രാമത്തെ പ്രയോറിറ്റി ലിസ്റ്റിലാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ ജസ്റ്റ് എഴുതും. അങ്ങനെ ഒരു ടേബിൾ നമ്മൾ ഉണ്ടാക്കും. ഓക്കെ, അതാണ് ഈ റിസ്ക് അനാലിസിസ് ആൻഡ് പ്രയോറിറ്റൈസേഷനിൽ വരുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞ റിസ്ക് അവോയ്ഡൻസ് ആൻഡ് മിറ്റിഗേഷൻ ആണ്. അതായത് ഇതെന്തിനാന്ന് വെച്ചാൽ എലിമിനേറ്റ് ദ ഒക്കറൻസ് ഓഫ് റിസ്ക്. ഈ റിസ്കുകളൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് റിസ്ക് അവോയ്ഡൻസ് ആൻഡ് മിറ്റിഗേഷൻ. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസ്ക് മോണിറ്ററിങ്. അതായത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കളഞ്ഞാലും കൂടിയിട്ട് ഇനി ആ റിസ്ക് വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കളഞ്ഞ റിസ്ക് റെഡ്യൂസ് ആയി പോയോ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും റിസ്ക് ഡിസ്കവർ ആയിട്ടുണ്ടോ, അങ്ങനെ ഡിസ്കവർ ആയിട്ടുണ്ടെങ്കിൽ അതിന് ഇമ്പാക്ട് മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, അതൊക്കെ നോക്കുന്ന ഒരു സ്റ്റെപ്പാണ് റിസ്ക് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ 4 സ്റ്റെപ്പാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് റിസ്ക് അനലൈസേഷൻ, പിന്നെ റിസ്ക് ഐഡന്റിഫിക്കേഷൻ, പിന്നെ റിസ്ക് അനാലിസിസ്, പിന്നെ റിസ്ക് പ്ലാനിങ്, റിസ്ക് മോണിറ്ററിങ്. അപ്പോൾ ഓരോ പ്രോസസ്സിലും നടക്കുന്ന സ്റ്റെപ്പാണ് പറയുന്നത്. റിസ്ക് ഐഡന്റിഫിക്കേഷൻ നമ്മൾ പൊട്ടൻഷ്യൽ റിസ്കിനെ പറ്റി ഐഡന്റിഫൈ ചെയ്യുന്നു. പിന്നെ റിസ്ക് അനാലിസിസ് നമ്മൾ ജസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യുന്നു, എത്രാമത്തെ പ്രോബ്ലം, എത്രാമത്തെ റിസ്ക് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ട് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് എഴുതണം. റിസ്ക് പ്ലാനിങ് എന്ന് പറയുന്നത് റിസ്ക് അവോയ്ഡൻസ് ആണ്, അതിന്റെ മിറ്റിഗേഷൻ പ്ലാൻസ് അല്ലെങ്കിൽ കോണ്ടിജൻസി പ്ലാൻസ് ആണ് അവിടെ ഉള്ളത്. റിസ്ക് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് റിസ്ക് അസസ്മെന്റ് ആണ്. അതായത് ഇനി പുതിയ എന്തെങ്കിലും റിസ്ക് വന്നോ, മുന്നേ നമ്മൾ കളഞ്ഞ റിസ്ക് പിന്നെയും കയറിയിട്ടുണ്ടോ, അങ്ങനെയൊക്കെ നോക്കുന്ന ഒരു പ്രോസസ്സാണ് റിസ്ക് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു ടോപ്പിക്കാണ് മാനേജിങ് പീപ്പിൾ. ഇപ്പൊ മാനേജിങ് പീപ്പിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മെയിൻ അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിൽ വർക്ക് ചെയ്യുന്ന പീപ്പിൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഓരോ ഓർഗനൈസേഷനിലേക്ക് നമ്മൾ ഈ ആളുകളെ എടുക്കാനും റിക്രൂട്ട് ചെയ്യാനും അവരെ റിട്ടേൺ ചെയ്യാനും, അതായത് നല്ല ആളുകളെ റിക്രൂട്ട് ചെയ്യാനും റിട്ടേൺ ചെയ്യാനൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ മാനേജേഴ്സ് എന്ത് ചെയ്യും? അവരെ എടുക്കുമ്പോൾ അവര് ആ പ്രൊജക്റ്റിന് പ്രൊഡക്റ്റീവ് ആണോ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ആളുകളെയും, അതായത് ഓരോ ടീം മെമ്പറിനെയും നമ്മൾ സെലക്ട് ചെയ്യുക, ആര്? സോഫ്റ്റ്വെയർ മാനേജേഴ്സ്. സോ ആസ് എ project manager, you should be aware of the potential problems of the people management and should try to develop people management skills. അതായത് ഒരു പ്രൊജക്ട് മാനേജർ എന്ന ഒരു നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? ആ പീപ്പിളിന്റെ പൊട്ടൻഷ്യൽ പ്രോബ്ലംസ്, അതുപോലെ തന്നെ അവരുടെ പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പറ്റിയിട്ട് അവെയർ ആയിരിക്കണം. അതുപോലെ തന്നെ പീപ്പിൾ മാനേജ്മെന്റ് സ്കിൽസ് എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, അതാണ് മാനേജിങ് പീപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാനേജറും അതുപോലെ അതിലുള്ള പീപ്പിളും തമ്മിൽ റിലേഷൻഷിപ്പിന്റെ ഒരു 4 ക്രിട്ടിക്കൽ ഫാക്ടേഴ്സ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ആണ്. അതായത് എല്ലാ ടീം മെമ്പേഴ്സും ഈക്വലി ആയിട്ട് അല്ലെങ്കിൽ ഫെയർലി ആയിട്ട് എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യണം. റെസ്പെക്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ടീമിൽ പല മെമ്പേഴ്സ് ഉണ്ട്. ഇപ്പൊ പല മെമ്പേഴ്സിനും ഡിഫറെന്റ് സ്കിൽസ് ആണ് അല്ലെ? അപ്പോൾ ഈ മാനേജർ എന്ത് ചെയ്യണം? ദേ ഷുഡ് റെസ്പെക്ട് ദീസ് ഡിഫറൻസസ്. ഓക്കെ, ആൻഡ് ദേ ഷുഡ് ഗീവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു മേക്ക് എ കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും എല്ലാ സ്കിൽസും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എല്ലാ സ്കിൽസും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ടീം മെമ്പേഴ്സിനും വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. അവർക്ക് ആ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൊടുക്കണം. ഇനി മൂന്നാമത്തെ പറയുന്നത് ഇൻക്ലൂഷൻ ആണ്. അതായത് ഇപ്പോൾ ആ ടീം മെമ്പേഴ്സിൽ ലീസ്റ്റ് എക്സ്പീരിയൻസ് മുതൽ നല്ല എക്സ്പീരിയൻസ് വരെയുള്ള സ്റ്റാഫുകൾ കാണും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വർക്ക് ചെയ്യാനുള്ള എൻവിറോൺമെന്റ്, എല്ലാവർക്കും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള എൻവിറോൺമെന്റ് എന്ത് ചെയ്യണം? നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതാണ് ഒരു മാനേജറിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. പിന്നെ ആസ് എ മാനേജർ, നാലാമത്തെ എന്ന് പറയുന്നത് ആസ് എ മാനേജർ യു ഷുഡ് ബി ഹോണസ്റ്റ്. അതായത്
manager should know what is going well and what is going badly in the team. ഓക്കെ, അതാണ് 4 ക്രിട്ടിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് മോട്ടിവേറ്റിംഗ് പീപ്പിൾ ആണ്. നമ്മൾ ഒരു പ്രൊജക്ട് മാനേജർ എന്ന സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? ആളുകളെ മോട്ടിവേറ്റ് ചെയ്യണം. എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം? അതായത് അവർക്ക് അവരുടെ ബെസ്റ്റ് ഓഫ് ദർ അബിലിറ്റീസിൽ ആ വർക്കിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഒരു വർക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ വർക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് അതെന്ത് ചെയ്യണം? ആ ഒരു വർക്ക് ഓർഗനൈസേഷൻ അവിടെ നടക്കണം. എന്നാൽ മാത്രമാണ് അവർക്കൊരു എൻകറേജ്മെന്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇഫ് പീപ്പിൾ ആർ നോട്ട് മോട്ടിവേറ്റഡ് ദേ വിൽ ബി ലെസ് ഇൻട്രസ്റ്റ് ഇൻ വർക്കിംഗ് ദേ ആർ ഡൂയിങ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അവർ മോട്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ അവർ വർക്ക് ചെയ്യും. ഇനി നമ്മൾ പറഞ്ഞു പീപ്പിൾ ആർ മോട്ടിവേറ്റഡ് ബൈ സാറ്റിസ്ഫൈങ് ദർ നീഡ്സ്. അപ്പോൾ അവരുടെ നീഡിനനുസരിച്ചാണ് അവരെന്താവുക? മോട്ടിവേറ്റ് ആവുക. അപ്പോൾ പലതരത്തിലുള്ള നീഡുകളുണ്ട്. ഇപ്പോൾ ലോവർ ലെവൽ നീഡ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഫണ്ടമെന്റൽ നീഡ്സ് ആണ്. നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അടിയിലാണ് എന്ത് വരുന്നത്? ഫണ്ടമെന്റൽ നീഡ്സ് ആയിട്ടുള്ള ഫുഡ്, വാട്ടർ, വാംത്ത്, റെസ്റ്റ് ഒക്കെ വരുന്നത്. അതൊക്കെ ബേസിക് നീഡ്സ് ആണ്. അല്ലെങ്കിൽ സേഫ്റ്റി നീഡ്സ് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരുടെ സെക്യൂരിറ്റി, അവരുടെ സേഫ്റ്റി, അതൊക്കെയാണ് ബേസിക് നീഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ നീഡ് എന്ന് പറയുന്നത് സോഷ്യൽ നീഡ് അല്ലെങ്കിൽ ബിലോങ്ങിങ്സ് നീഡാണ്. അതായത് അവർക്ക് മനസ്സിലാവണം അവര് ആ ഒരു പാർട്ട് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്, അല്ല അവർ ആ സോഷ്യൽ ഗ്രൂപ്പിങ്ങിന്റെ ഭാഗമാണെന്ന് അവർക്ക് മനസ്സിലാവണം. അതെങ്ങനെ മനസ്സിലാക്കുമെന്ന് വെച്ചാൽ നമുക്ക് താഴെ വരുന്നുണ്ട്, അപ്പോൾ പറയാം. ഈ മൂന്നാമത്തെ നീഡ് എന്ന് പറയുന്നത് എസ്റ്റീം നീഡാണ്. എസ്റ്റീം നീഡ് എന്ന് പറയുന്നത് ദേ ഷുഡ് ഫീൽ റെസ്പെക്റ്റഡ് ബൈ അതേഴ്സ്. ആ പ്രൊജക്ട് മാനേജർ ഉൾപ്പെടെ ബാക്കിയുള്ള മെമ്പേഴ്സും നിന്ന് അവർക്ക് എന്ത് കിട്ടണം? റെസ്പെക്ട് കിട്ടണം. എന്നാൽ മാത്രമാണ് അവരുടെ ആ ഒരു നീഡ് സാറ്റിസ്ഫൈ ആവുള്ളൂ. പിന്നെ സെൽഫ് റിയലൈസേഷൻ നീഡ് ഉണ്ട്. അത് അവരുടെ പേഴ്സണൽ ഡെവലപ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ട്രയാങ്കിളിന്റെ സംഭവം. ഇതിൽ സെൽഫ് ആയിട്ടുള്ള നീഡുകളുണ്ട്, സൈക്കോളജിക്കൽ നീഡുകളുണ്ട്, ബേസിക് നീഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓരോന്ന് എങ്ങനെയാ നോക്കാം. അതായത് സോഷ്യൽ നീഡ്സ് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അതായത് അവർക്ക് അവരുടെ കോവർക്കേഴ്സ് ആയിട്ട് മീറ്റ് ചെയ്യാനുള്ള പ്ലേസസ് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. അതാണ് സോഷ്യൽ നീഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എസ്റ്റീം നീഡ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു റെസ്പെക്ട് കൊടുക്കണം. അതുപോലെ തന്നെ അവര് ആ ഓർഗനൈസേഷൻ വാല്യൂ ചെയ്യുന്നു എന്നൊരു ഫീൽ അവർക്ക് കിട്ടണം. പിന്നെ സെൽഫ് റിയലൈസേഷൻ നീഡ്സ് എന്ന് പറയുന്നത് ചില ആളുകൾ വർക്ക് ചെയ്യുന്നത് അവരുടെ സ്കിൽസ് എൻഹാൻസ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യണം? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം എന്ന രീതിക്കാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു നീഡ് കൂടി നമ്മൾ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കണം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ട്രെയിനിങ് ആണ്. എന്ന് വെച്ചാൽ അതിലൂടെയാണ് അവർക്ക് പുതിയൊരു നോളജും അതുപോലെ പുതിയ സ്കിൽസും ഒക്കെ നമുക്ക് അവർക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ടീം മെമ്പേഴ്സിനെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് ടൈപ്പ് പീപ്പിൾ എന്ന് പറയുന്നത് ടാസ്ക് ഓറിയന്റഡ് പീപ്പിൾ ആണ്. അതായത് ദേ ആർ മോട്ടിവേറ്റഡ് ബൈ ദി ഇന്റലക്ച്വൽ ചാലഞ്ചസ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. ഓക്കെ, അവർ ചെയ്യുന്ന വർക്കിലൂടെയാണ് അവർ മോട്ടിവേറ്റ് ആവുന്നത്. ഈ രണ്ടാമത്തെ പറയുന്നത് സെൽഫ് ഓറിയന്റഡ് ആയിട്ട് പീപ്പിൾ ഉണ്ട്. അതായത് അവർ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ പേഴ്സണൽ സക്സസിന് വേണ്ടിയിട്ട്, അവരുടെ റെക്കഗ്നേഷന് വേണ്ടിയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അതായത് അവർക്ക് ആ വർക്ക് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു ഗോൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ആ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാനായിട്ടാണ് ഈ സെൽഫ് ഓറിയന്റഡ് ആയിട്ടുള്ള പീപ്പിൾ വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ അവർക്ക് ലോങ്ങർ ടേം ആയിട്ടുള്ള ഗോൾസ് ഉണ്ടായിരിക്കും. അതായത് കരിയർ പ്രോഗ്രഷൻ, അതുപോലെ തന്നെ ദേ വിഷ് ടു ബി സക്സസ്ഫുൾ ഇൻ ദർ വർക്ക് ടു ഹെൽപ്പ് റിയലൈസ് ദീസ് ഗോൾസ്. ഓക്കെ, അതാണ് സെൽഫ് ഓറിയന്റഡ് പീപ്പിൾ എന്ന് പറയുന്നത്. ഈ ഇന്ററാക്ഷൻ ഓറിയന്റഡ് പീപ്പിൾ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ദേ ആർ മോട്ടിവേറ്റഡ് ബൈ പ്രസൻസ് ആൻഡ് ആക്ഷൻ ഓഫ് കോവർക്കേഴ്സ്. കോവർക്കേഴ്സിന്റെ ആക്ഷനും അവരുടെ പ്രസൻസ് വഴിയാണ് അവർ മോട്ടിവേറ്റ് ആവുന്നത്. അപ്പോൾ ഇതാണ് 3 ടൈപ്പ് പ്രൊഫഷണൽ വർക്കേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു ടീം വർക്ക് ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു സക്സസ്ഫുൾ ആയിട്ട് ടീം വർക്ക് ഉണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ ഉണ്ടാവണം? ഗ്രൂപ്പ് മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യണം, ഒരു ഗ്രൂപ്പ് ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അതൊക്കെ എന്താ നമ്മൾ താഴെ നോക്കുമ്പോൾ പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ആളുകൾ നമ്മുടെ ഓരോ ടീമിലും കാണും. അപ്പോൾ നമ്മൾ ഒരു ടീമിനെ സെലക്ട് ചെയ്യുമ്പോൾ അതായത് മിക്സ് ഓഫ് പീപ്പിളിനെ സെലക്ട് ചെയ്യണം. അതായത് ഓരോ സ്കിൽസ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ക്ലയന്റ് നെഗോഷിയേറ്റ് ചെയ്യാൻ തക്ക ആളുകൾ വേണം, പിന്നെ പ്രോഗ്രാമിങ്ങിന് ആളുകൾ വേണം, ടെസ്റ്റിങ്ങിന് ആളുകൾ വേണം, ഡോക്യുമെന്റേഷൻ ആളുകൾ വേണം. അപ്പോൾ ഇത്രയും ടൈപ്പ് ആളുകൾ എന്തുണ്ടായിരിക്കണം? ആ പ്രൊജക്ട് ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കണം. അത് മാത്രമേ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഒന്നുകൂടി നന്നായിട്ട് നടക്കുള്ളൂ. പിന്നെ ദ വേ ദ ഗ്രൂപ്പ് ഈസ് ഓർഗനൈസ്ഡ്. അപ്പോൾ
ആ ഗ്രൂപ്പ് ഓർഗനൈസ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് എല്ലാ ഇൻഡിവിജ്വൽസിനും ടു ദ ബെസ്റ്റ് ഓഫ് ദർ അബിലിറ്റീസ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം. അതായത് ചെറിയ പണി പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ആളും ഏതിൽ വേണം, ആ ഗ്രൂപ്പിൽ വേണം. പിന്നെന്ന് പറയുന്നത് ടെക്നിക്കൽ ആൻഡ് മാനേജറൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ഗ്രൂപ്പ് മെമ്പേഴ്സ് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. അതല്ലാണ്ട് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ടീമും അതുപോലെ പ്രൊജക്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സും, ഈ കസ്റ്റമേഴ്സ് സ്റ്റേക്ക് ഹോൾഡർ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ കസ്റ്റമേഴ്സിനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ടീമും ഈ കസ്റ്റമേഴ്സ് തമ്മിൽ എന്ത് വേണം, ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. അത് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊജക്ട് പ്ലാനിങ് ഓർ പ്ലാൻ ഡ്രിവൺ ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ ഒരു പ്രൊജക്ട് പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്പാണുള്ളത്, എന്തൊക്കെ പ്രോസസ്സാണുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രൊജക്ട് ഇനീഷ്യേഷൻ ആണ്. എന്താണ് പ്രൊജക്ട് ഇനീഷ്യേഷൻ എന്ന് പറയുന്നത്? അതായത് ഒരു പ്രൊജക്ടിന്റെ പർപ്പസ് എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അതിന്റെ സ്കോപ്പ് എന്താണ്, അതൊക്കെയാണ് അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുക. പിന്നെ കീ സ്റ്റേക്ക് ഹോൾഡേഴ്സും അവരുടെ റോൾസ് നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ. ഈ രണ്ടാമത്തെ എന്ന് പറയുന്നത് റിക്വയർമെന്റ് ഗാദറിംഗ് ആണ്. അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്, അതൊക്കെ നമ്മൾ റിക്വയർമെന്റ് ആയിട്ട് കളക്ട് ചെയ്യും. എന്നിട്ട് ആ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ആ കളക്ട് ചെയ്തിട്ടുള്ള ആ റിക്വയർമെന്റ്സ് നമ്മുടെ പ്രൊജക്ട് ഗോളായിട്ട് അലൈൻ ചെയ്യുന്നുണ്ടോ നോക്കും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊജക്ട് ഫീസിബിലിറ്റി അനാലിസിസ് ആണ്. അതായത് ടെക്നിക്കലായിട്ട്, ഫിനാൻഷ്യലായിട്ട്, ഓപ്പറേഷണലായിട്ട് ഈ പ്രൊജക്ട് ഫീസിബിൾ ആണോ എന്നാൽ മാത്രമാണ് പിന്നെ പെർസ്യൂ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അത് നോക്കും. പിന്നെ വയബിൾ ആണോ നോക്കും. പിന്നെ ടീം ഫോർമേഷൻ. ഒരു പ്രൊജക്ട് ടീം എന്ത് ചെയ്യും, ഫോം ചെയ്യും. അതിൽ എന്തൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം, നെസസറി ആയിട്ടുള്ള സ്കിൽസ് കൺസിഡർ ചെയ്യണം, അതുപോലെ എക്സ്പെർട്ടേഴ്സ് കൺസിഡർ ചെയ്യണം. പിന്നെ ഓരോ ടീം മെമ്പേഴ്സിനുള്ള റോൾസും റെസ്പോൺസിബിലിറ്റീസും ഈ ടീം ഫോർമേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പിൽ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കും. ഈ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസ്ക് അസസ്മെന്റ് ആണ്. റിസ്ക് അസസ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെ ചാലഞ്ചസ്, എന്തൊക്കെ റിസ്ക് ആണ് ഈ പ്രൊജക്റ്റിനെ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ് പ്ലാന് ഡെവലപ്പ് ചെയ്യുക. അത് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള മാനേജ്മെന്റ് പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കുക. അതൊക്കെയാണ് റിസ്ക് അസസ്മെന്റിനോട് ഉദ്ദേശിക്കുന്നത്. ഇനി ആറാമത്തെ എന്ന് പറയുന്നത് പ്രൊജക്ട് പ്ലാനിങ് ആണ്. പ്രൊജക്ട് പ്ലാനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് എന്തൊക്കെ ടാസ്ക് ആണുള്ളത്, എന്തൊക്കെ ടൈം ലൈൻസ് ആണുള്ളത്, റിസോഴ്സ് അലൊക്കേഷൻസ് എന്തൊക്കെയായിരിക്കും, അതൊക്കെയാണ് ഈ പ്രൊജക്ട് പ്ലാനിങ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ടോട്ടൽ പ്രൊജക്റ്റിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, സ്മോളർ ആയിട്ടുള്ള മാനേജബിൾ ആയിട്ടുള്ള ടാസ്ക് ആയിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യും. എന്നിട്ട് ഓരോ ടാസ്ക് കഴിഞ്ഞാൽ ഓരോ മൈൽ സ്റ്റോൺസ് ഉണ്ടായിരിക്കും. ആ മൈൽ സ്റ്റോൺസ് നമ്മൾ ഡിഫൈൻ ചെയ്യും. ഡെലിവറബിൾസ്, മൈൽ സ്റ്റോൺസ് കഴിഞ്ഞാൽ ചിലപ്പോൾ കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കും. ആ ഡെലിവറബിൾസ് ഒക്കെ നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യും. പിന്നെ ബഡ്ജറ്റിംഗ് ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് എസ്റ്റിമേഷൻ, ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സ് റിക്വയർമെന്റ്സും അതുപോലെ കോസ്റ്റ് എസ്റ്റിമേഷൻ. അപ്പൊ ആ കോസ്റ്റിന് അല്ലെങ്കിൽ ആ ബഡ്ജറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, റിസോഴ്സസ് ഒക്കെ അലക്കേറ്റ് ചെയ്യണം. അപ്പോൾ റിസോഴ്സസ് ഒക്കെ ഭയങ്കര എഫിഷ്യന്റ് ആയിട്ട് അലക്കേറ്റ് ചെയ്യണം. എന്നാൽ മാത്രം നമ്മുടെ ബഡ്ജറ്റിൽ ആ ഒരു പ്രൊജക്റ്റ് നിൽക്കത്തുള്ളൂ. പിന്നെ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണ്, ഏത് ഡേറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓരോ ടാസ്ക് കഴിഞ്ഞത് ഏത് ഡേറ്റിലാണ്, ഓരോ മൈൽ സ്റ്റോൺ ഏത് ഡേറ്റിലായിരുന്നു, അതൊക്കെയാണ് നമ്മൾ ഈ ഷെഡ്യൂളിംഗിൽ പറയുന്നത്. പിന്നെ യൂസ് പ്രൊജക്ട് മാനേജ്മെന്റ് ടൂൾസ് ടു ട്രാക്ക് പ്രോഗ്രസ് ആൻഡ് മാനേജ് ഡിപ്പെൻഡൻസീസ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വാളിറ്റി അഷുറൻസ് പ്ലാനിങ് ആണ്. അതായത് നമ്മൾ ചെയ്ത പ്രൊജക്റ്റിനെ ടെസ്റ്റ് ചെയ്യുക, അതിനെ റിവ്യൂ ചെയ്യുക, അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് എൻഷുർ ചെയ്യുക, അതൊക്കെയാണ് അതിൽ വരുന്നത്. അതിന് ക്വാളിറ്റി ക്രൈറ്റീരിയയും മെട്രിക്സ് ഒക്കെ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യും. പിന്നെ കമ്മ്യൂണിക്കേഷൻ പ്ലാൻ ആണ്. കമ്മ്യൂണിക്കേഷൻ പ്ലാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടീം മെമ്പേഴ്സ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ വേണം. അതല്ലാണ്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. അതായത് ഈ പ്രൊജക്റ്റിന്റെ പ്രോഗ്രസ് എത്രത്തോളമായി, അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ആർക്ക് പാസ് ചെയ്യണം, സ്റ്റേക്ക് ഹോൾഡേഴ്സിന് പാസ് ചെയ്യണം. പിന്നെ റിപ്പോർട്ടിംഗ് മെക്കാനിസംസും ഫ്രീക്വൻസി ഒക്കെ ഡിഫൈൻ ചെയ്യും. പിന്നെ ചേഞ്ച് മാനേജ്മെന്റ് ആണ്. ചേഞ്ച് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ ചിലപ്പോ ഒരു മൊഡ്യൂൾ ചെയ്ത ശേഷം നമുക്ക് ചിലപ്പോ അത് കസ്റ്റമറിന് കാണിച്ച ശേഷം ചിലപ്പോൾ അവർ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് പറയും. അപ്പോൾ ആ ചേഞ്ച് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഹാൻഡിൽ ചെയ്യണം. എന്നിട്ട് അത് പ്രോപ്പർലി ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യണം, അതിനെ അപ്രൂവ് ചെയ്യണം. അതാണ് ചേഞ്ച് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മോണിറ്ററിംഗ് ആൻഡ് കൺട്രോൾ ആണ്. മോണിറ്ററിംഗ് ആൻഡ് കൺട്രോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രൊജക്റ്റിന്റെ പ്രോഗ്രസ് എത്രത്തോളമായി, പിന്നെ നമ്മുടെ മുന്നേ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ആക്ച്വൽ പ്രോഗ്രസ് ആയിട്ടാണോ നമ്മുടെ ഇപ്പോഴത്തെ
എക്സ്പെക്റ്റഡ് ആയിട്ട് പ്രോഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യും. അതായത് ഇപ്പോൾ പ്രൊജക്റ്റിന്റെ ടൈം ലൈൻ എവിടെയാണ്, നമ്മൾ മുന്നേ ഡിഫൈൻ ചെയ്ത പ്രൊജക്റ്റിന്റെ ആക്ച്വൽ പ്രോഗ്രസ് എത്രത്തോളം ആയി നമ്മൾ എന്ത് ചെയ്യും, നോക്കും, കൺട്രോൾ ചെയ്യും, മോണിറ്റർ ചെയ്യും. പിന്നെ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊജക്ട് ഡോക്യുമെന്റേഷൻ ആണ്. അതിന് നമുക്ക് റിപ്പോർട്ട്സ് വരും, നമ്മുടെ ആദ്യം ഉള്ള റിക്വയർമെന്റ്സ് വരും, പ്ലാൻസ് വരും, ഇതൊക്കെ ഡോക്യുമെന്റേഷനിൽ വരും. ഓക്കെ, അതാണ് ഇത്രയും സ്റ്റെപ്പുകളാണ് എന്തിലുള്ളത്, പ്രൊജക്ട് പ്ലാനിങ് അല്ലെങ്കിൽ പ്ലാൻ ഡ്രിവൺ ഡെവലപ്മെന്റിലുള്ളത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊജക്ട് ഷെഡ്യൂളിംഗ് ആണ്. അതായത് നമ്മുടെ ടോട്ടൽ വർക്കിനെ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള ഓരോ ടാസ്കിനും വേണ്ടിയിട്ടുള്ള ടൈം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും. അതുപോലെ തന്നെ എത്ര ടൈം എടുത്തിട്ടാണ് ഓരോ ടാസ്കും ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നത് നമ്മൾ നോക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡോക്യുമെന്റേഷൻ ശരിക്കും ചെയ്യും. ആ ഡോക്യുമെന്റേഷൻ നടക്കുന്നത് സ്പ്രെഡ്ഷീറ്റിലായിരിക്കാം. സ്പ്രെഡ്ഷീറ്റിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിന്റെ ടാസ്ക് എത്രയാണ്, എസ്റ്റിമേറ്റഡ് എഫേർട്ട് എത്രയാണ്, ഡ്യൂറേഷൻ എത്രയാണ്, ടാസ്ക് ഡിപ്പെൻഡൻസ് എത്രയാണ്, ഇതൊക്കെ അടങ്ങുന്ന ഒരു സ്പ്രെഡ്ഷീറ്റ് നമ്മൾ ക്രിയേറ്റ് ആക്കും, ഡോക്യുമെന്റ് ചെയ്ത് വെക്കും. ഇനി അപ്പോൾ അതിൽ വരുന്ന ഒരു കോമൺ പ്രൊജക്ട് ഷെഡ്യൂളാണ് ഗാൺ ചാർട്ട് വെച്ചിട്ട് ചെയ്യുന്നത്. അതൊരു ഹോറിസോണ്ടൽ ബാർ ചാർട്ട് ആണ്. അതിൽ നമുക്ക് ഇപ്പോൾ ഓരോ ടാസ്ക് ചെയ്ത് കഴിയുന്ന ടൈം, ഡേറ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ 3 ടാസ്ക് ഉണ്ട്. ഓരോ ടാസ്കിലും ഓരോ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ ടാസ്കിന്റെ ആക്ടിവിറ്റീസ് നമ്മൾ എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർത്തു. ഇപ്പോൾ ഇവിടെ മാർച്ച് 3-ാം തീയതിയാണ് ടാസ്ക് ആക്ടിവിറ്റി 1 തുടങ്ങിയത്. എന്നിട്ട് ഇവിടെ മാർച്ച് ഈ ഡേറ്റ് വരെ 14-ാം തീയതി വരെയുള്ള ഡേറ്റ് വരെ നമ്മൾ എന്ത് ചെയ്തു, അതൊരു കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഹോറിസോണ്ടൽ ആയിട്ട് ബാർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ടാസ്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, എപ്പോൾ കഴിഞ്ഞു, എത്ര സമയം എടുത്തു എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും.